അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ 34-ാമത്തെ ബാബ്, ബാബുൽ വസിയ്യത്തി ബിന്നിസാ, സ്ത്രീകളെ കൊണ്ടുള്ള വസിയ്യത്ത്. അതായത് അള്ളാഹുയുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെ എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു. കഴിഞ്ഞ ബാബില് പെണ്ണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെ അതിൽ ചൊന്നുന്ന ബലം കുറഞ്ഞ ആൾമാരായിട്ട് അങ്ങനെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന വിഷയത്തിൽ അങ്ങ് ചിലപ്പോൾ താക്കത്തിക്കില്ല. അതുകൊണ്ടിട്ട് അങ്ങനെ സ്വത്ത് ലൂട്ടിയാക്കുകയോ അങ്ങ് അന്യായാക്കുകയോ അങ്ങ് അക്രമാക്കുകയോ തീരാം. അതിനെ സംബന്ധിച്ചു അങ്ങ് ഹെൽപ്പാക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ശ്രേഷ്ഠതകളൊക്കെ വിവരിച്ചു. ഇന്നിപ്പോ അങ്ങനെ കൊണ്ട് നല്ലത് എന്താക്കണം ചെയ്യണം. അതായത് അങ്ങലോട്ടുക എങ്ങനെയായിട്ട് പെരുമാറേണ്ടത്, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ. അപ്പൊ അങ്ങലോട്ട് എങ്ങനെയായിട്ട് പെരുമാറേണ്ടത് എന്ന് വിവരിക്കുന്ന ബാബായിട്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദം നബി അലൈഹി സ്വലാമുടെ ഭാരമുള്ളിൽ നിന്നായിട്ട് ഹവ്വാ ഉമ്മടെ സൃഷ്ടിച്ചത് അതിലും മേലെ ഭാഗത്തിൽ നിന്ന്. അപ്പൊ മേലെ ഭാഗത്തെ ഭാരമുള്ളുക ബെൻഡ് ജാസ്തി ആയിട്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ പെണ്ണിയുടെ സ്വഭാവം ചൊല്ലത് അത് തെല്ല് വളഞ്ഞിട്ടേക്കില് തെല്ല് ബെൻഡേക്കില്. പക്ഷെ അത് ഒരേ അടിക്ക് നീ നേരാക്കോ പാണ്ട. ഈ ഭാരമുള്ളയുടെ ഇങ്ങനെ വളഞ്ഞിട്ട് നീ ഭാരം ഒറുക്കം ഇങ്ങനെ ആക്കപ്പോയെങ്കിൽ അതെന്തോ പൊട്ടിപ്പോകും. അതേ സമയത്ത് അലക്ക ഇങ്ങനെ വിട്ടിട്ടും വിടണ്ട. അപ്പൊ എന്താണ് നല്ലത് അങ്ങനെ കൊണ്ട് വസിയത്താക്കിക്കൊണ്ട് വേണം, നല്ലത് അങ്ങനെ കൊണ്ട് കൽപ്പിച്ചുകൊണ്ട് വേണം. ഒറ്റയടിക്ക് നേരാക്കുക എന്നതും സാധ്യമല്ല, വിട്ടുപിടക്കും ആവില്ല. അപ്പൊ എന്താണ് അങ്ങലോട്ടുകോ അങ്ങനെ ഒരു ലെവലില് അങ്ങനെ നിർത്തേണ്ടതായിട്ട് ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ ഉണ്ട്. ഇതിപ്പോ പെണ്ണുങ്ങളെ കൊണ്ടുള്ള വസിയത്ത് എന്നല്ല, സ്വന്തം പെഞ്ഞായും ബന്ത്, പെൺമക്കളും ബന്ത്, കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങളും ബന്ത് നോക്കാനൊക്കെ. അപ്പൊ അത് ഓരോരുത്തർക്ക് ഓരോ നിലക്കായിട്ടിക്കടെ അതിൻ്റെതായ പെരുമാറ്റം. കാലത്താല വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അതാ പെണ്ണുങ്ങളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണം. നിങ്ങളെ പ്രവൃത്തി, നിങ്ങളെ സ്വഭാവം, നിങ്ങളെ പലക്ക ഇത് നല്ല നിലക്കാവണം. കാലത്തല വലൻ തസ്തതിഉ അൻ തഅദിലു ബൈന നിസാ, പെണ്ണുങ്ങളുടെ സമമാക്കുക എന്നത് നിങ്ങളെ കൊണ്ട് സാധ്യമേ അല്ല. ഒലോ ഹറസ്തും, നിങ്ങൾ എത്ര ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ടോ മൂന്നോ പെണ്ണായിമാരുന്നെങ്കിൽ ഒരേപോലെ പിരിസക്കാട്ട എന്നത് ബിൽക്കുൽ സാധ്യമല്ല. ഫലാ തമീലുൽ കുല്ലൽ മൈൽ, അതുകൊണ്ട് ഖുർആൻ ചൊല്ലത് നീ എന്താക്കത്തീറ ഒരത്തിനെ കൊല്ല കൂടുതൽ ചായകത്തീറ. പിന്നെ ഫതദറുഹാക്കൽ മുഅല്ലക, അപ്പൊ പിന്നർത്തി അവിടെ മാപ്പിള ഉണ്ടൂണ്ടില്ല ഇല്ലാണ്ടില്ല, അങ്ങനെയാവും. അങ്ങനെ ഒത്തിരി കൊല്ലം അലക്ക ചാഞ്ഞിട്ടും പോകണ്ട. വൈൻ തുസ്ലിഹു വതത്തഖു, നിങ്ങൾ നന്നാക്കുകയാണെങ്കിൽ അള്ളാഹുക്ക് തഖ്വ ചെയ്യുകയാണെങ്കിൽ ഫൈന അല്ലാഹ കാന ഗഫൂറർ റഹീമ, അള്ളാഹു പുറത്തു തരുന്നവന് റഹ്മത്ത് ചെയ്തവനായിട്ടിടാം. അപ്പൊ ഇത് ഈ ചൊന്നത് രണ്ടോ മൂന്നോ പെഞ്ഞൈമാറിന്നെങ്കിൽ അങ്ങനെ ഇടയിൽ നിങ്ങൾ സമാക്കണം. എല്ലാ ചെലവ് കൊടുക്കുന്ന വിഷയത്തിലും അങ്ങനെട്ടിയ താമസിക്കുന്ന വിഷയത്തിലും എല്ലാ കാര്യങ്ങളും ഒരേപോലെ പെരുമാറണം. അതേ സമയത്ത് ഈ പിരിസാൻ ചൊല്ലത് ഒരേപോലെ ആളെന്ന് കൊടുക്കാവാത്ത ഒന്നായിരിക്കും. പിരിസ ഒരേപോലെ ആളെന്ന് കൊടുക്കാവില്ല. അതേ സമയത്ത് ഞങ്ങളെ പ്രവൃത്തി, ഞങ്ങളെ പലക്കാൻ, ഞങ്ങളെ പെരുമാറ്റെല്ലാം കൂടുതൽ എന്താക്കണം ഒരേപോലെ ആവണം. അപ്പൊ ഞങ്ങളിട്ട് പ്രത്യക്ഷത്തിൽ ഞങ്ങൾ പുറത്ത് കാണുമ്പോൾ ഒത്തിരി കൊല്ലം മാത്രം കൂടുതൽ പിന്നെ ഒത്തിരി വിട്ടിട്ടേ വിട്ടേ ഇങ്ങനെ ചെയ്യുക തീര. അപ്പൊ അവലെന്താ തദറുഹാക്കൽ മുഅല്ലക്കാൻ ചെന്ന് മാപ്പിള ഉണ്ടുണ്ടില്ല എന്നിട്ട് ഗുണമില്ല. അപ്പൊ ഇന്നിട്ടും ഇല്ലാത്തകളെ പോലെയാണ്. അപ്പൊ അത് അങ്ങനെ ബുദ്ധിമുട്ടാക്കൽ അങ്ങനെ ചെയ്യുക തീരാണ്. അപ്പൊ ഒന്ന് രണ്ട് പെഞ്ഞായിമാരുന്നെങ്കിൽ ഒരുപോലെ അങ്ങനെ നോക്കണം. അങ്ങോട്ട് താമസിക്കുന്ന വിഷയത്തിലാവട്ടെ, അങ്ങ് റിസ്ക് കൊടുക്കുന്ന വിഷയത്തിലാവട്ടെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് ഒരേപോലെയാണ്. ഒരു പെഞ്ഞായി കെട്ടി കൂടുതലും ഒരു പെഞ്ഞായി കെട്ടി കുറടിയാവുക തീരാൻ. അപ്പോ ഈ പിരിസാൻ ചൊല്ലത് ചിലപ്പോൾ ഒരുപോലെ ആവണുണ്ട്. എന്നാൽ അത് യാറെക്കൊരടി വന്ന് നിങ്ങൾ പുറത്തു തരും. പിരിസ ചെന്ന് നിങ്ങളെ പ്രവൃത്തി നിങ്ങൾ എന്താക്കണം ഒരേപോലെ മെയിൻ്റനൻസ് ആക്കിയാൽ നമ്മൾ. അപ്പൊ അത് പിരിസത്തെ സമാക്കുക എന്നുള്ളത് സാധ്യമല്ല. ചില ഒത്തിരട്ടി തെളിയാറെ പിരിസിക്കും, ഒത്തിരട്ടിയാൽ പിന്നെ ഒത്തിരട്ടിയാൽ. അതേ സമയത്ത്
ഈ ചെലവ് കൊടുക്കുന്നതും താമസിക്കുന്നതും ഇതിനെ പിരിസത്തെ പോലെ ആയിപ്പോയിരണ്ട, അത് പൊന്തിര, അത് മറ്റവരെ ബുദ്ധിമുട്ടാക്കലാവും. അങ്ങനെ ചെയ്യരുത്. അപ്പൊ 2 or 3 പെഞ്ഞായിമാരുണ്ടെങ്കിൽ അത് ഒരുപോലെ ചെയ്യുക, അങ്ങോട്ട് ഒരുപോലെ പെരുമാറുക എന്നുള്ളത് നിർബന്ധമായിട്ട്. ഒരുപോലെ പെരുമാറുക എന്നെങ്കിൽ ഒരുത്തിരവത്ത് ജന്നല്ലെങ്കിൽ പിന്നെ ഒരുത്തിരവത്ത് ജന്നാൽ പിന്നെ ഒരുത്തിരവത്ത് ജന്നാൽ, അല്ലെങ്കിൽ ഒരു നാള്, അല്ലെങ്കിൽ ഒരു വാറവിടെ ഇങ്ങനെ എന്താണ് സമാവണം. തിങ്കൾ കൊടുക്ക മാത്രം ഒത്തിരിട്ട് പോയി വേണ്ടി, അല്ലെങ്കിൽ തിങ്കൾ ജണ്ടനാണ്. അപ്പൊ അത് അങ്ങനെ ബുദ്ധിമുട്ടാക്കലായിട്ടിരിക്കാൻ, ഇടങ്ങേറാക്കലായിട്ടിരിക്കാൻ ചെയ്യൂ തീരാം. നോക്കാം, ഹദീസ് നമുക്ക് നോക്കാം. 273 വൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറൻ, പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ ഖൈറിനെ വസിയത്താക്കുക. പെണ്ണുങ്ങളെ കാര്യത്തിൽ ഞാൻ ഒരുപാട് വസിയത്തുകൾ ചൊന്നു, അത് നിങ്ങൾ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ട് ഖൈറിനെ വസിയത്താക്കണം. നിങ്ങൾ പിന്നെ തലമാറൊട്ട് പെണ്ണുങ്ങളൊട്ട് നല്ല നിലക്ക് പെരുമാറുകയായി ചൊന്നു കൊടുക്കണം. അത്തരം കാര്യങ്ങൾ ചെയ്യണം. പെണ്ണുങ്ങൾക്ക് നല്ലത് ചൊന്നു കൊടുക്കണം. ഫൈനൽ മർഅത ഖുലിഖത് മിൻ ദിലൽ, പെണ്ണ് എന്നുള്ളത് ഭാരമുള്ളിൽ നിന്നായിട്ട് പടച്ചത്. വൈന അവജ മാ ഫി ദലഇ അലാഹു, ഈ ഭാരമുള്ളിൽ വെച്ച് ഭാരമുള്ളു ആണുങ്ങളതും പെണ്ണുങ്ങൾ 2 സൈഡിലേക്ക്. അപ്പൊ അതില് ഏറ്റവും ബെണ്ടെന്നുള്ളത് മേലിരുന്നത് കൂടുതൽ ബെണ്ടായിട്ടിരിക്കുന്നത്. നീ അതിന് ഒരേ അടിക്ക് ഇങ്ങനെ നേരാക്കാൻ പോയെന്നുണ്ടെങ്കിൽ അതിനെ നീ പൊളിച്ചിട്ടിട്ട് വൈൻ തറക്തഹു ലം യസൽ അവജ, അങ്ങനെ വിട്ടുപുട്ടിട്ട് അത് പിന്നെയും ബെണ്ടായിട്ടിരിക്കട്ടെ. ഫസ്തൗസു ബിന്നിസ, അതുകൊണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ എന്താക്കുക, വസിയത്താക്കുക. മുത്തഫഖുൻ അലൈഹി. വഫീ റിവായത്തിൻ ഫി സ്വഹീഹ്, അതാ ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പിന്നെ റിപ്പോർട്ടാക്കിയത്. അൽ മർഅതു ഖദ്ല, പെണ്ണ് ചിലത് ഭാരമുള്ള പോലെ. ഇന്ന അഖംതഹ കസർതഹ, അതിന് ഒരേ അടിക്ക് നീ സമാക്കാൻ ചെന്ന് പോയി കണ്ടെങ്കിൽ വല്ല ബുദ്ധിയിലുള്ള സമാക്കണമെങ്കിൽ അത് നീ പൊളിച്ചിട്ടിട്ടുള്ളത്. വൈനിസ്തംതഅത ബിഹാ ഇസ്തംതഅത വഫിഹാ അവജുൻ, അത് ബെണ്ടിക്കലോട് കൂടെ ആ പെണ്ണിനെ കൊണ്ട് എടുക്കേണ്ട ഉപകാരങ്ങളൊക്കെ നീ എടുക്കണം. ചെന്നെങ്കിൽ പെണ്ണിന്റെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കണം, ആന്റെ പോലെ അല്ല. അത് പ്രകൃതിയാലെ അങ്ങനെ, ആണ് പെണ്ണ് അത് രണ്ടും വേറെ. ജന്മനാലെ അങ്ങനെ ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെ ആവില്ല. അതെ, ഞാൻ നോക്കൊരു ചെറിയ മക്ക നോക്കൊരു പെണ്ണുമക്ക എനിക്ക് ഗൊമ്പെ ചെറിയ ഇതുണ്ടല്ലേ, ഇത് ഈ ചെറിയ ഗൊമ്പലൊക്കെ മക്ക കളിക്കില്ല, അതിൽ കളിക്കില്ല. ആൺമക്ക അതിൽ കളിക്കില്ല. അപ്പൊ ജന്മനാലേ ഞാൻ ആണും തിന്നാ പെണ്ണ് എന്നുള്ള സ്വഭാവം എനിക്കരുത്. അപ്പൊ പെണ്ണിടേതായ ഒരു സ്വഭാവം ഇക്കരുത്, ആണിൻ്റെതായ ഒരു സ്വഭാവം ഇക്കരുത്. അപ്പൊ അത് ഞങ്ങളെ രീതിക്ക് കൊണ്ടുവരണം എന്നുള്ളത് സാധ്യമല്ല, അതാവില്ല. അപ്പൊ പിന്നെന്താക്കാൻ ചെന്നെങ്കിൽ അങ്ങനെ തന്നെ ആയിട്ടിക്കട്. ഇപ്പൊ മാപ്പിളമാരോട്ടെ പെരുമാറി ഞങ്ങളെ സ്വഭാവം ഒരു ഇതായിട്ടിക്കട്ടെ. അത് ചില ഞങ്ങൾക്ക് എന്തായിട്ട് ഈ ഒരു ചില ഡിസ്റ്റർബ് ആയ പോലെ ആയോണ്ടിക്കട്. പക്ഷെ അത് അങ്ങ് ചൊരിഞ്ഞോണ്ടേ അങ്ങനൊട്ടുള്ള ജീവനം ചൊല്ലത്. അതെന്താ സ്ട്രൈറ്റ് പോലെ ഇക്കില്ല. ചെന്നെങ്കിൽ ഈ ചൊറിഞ്ഞോണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ചൊന്നോണ്ടാ ജ്വറാക്കിയോണ്ടാ അല്ലെങ്കിൽ നീ അങ്ങനെ ആക്കിയത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കരുത്. അത് അങ്ങനെ തന്നെ എത്തിക്കരുത്. അപ്പൊ അതൊക്കെ എന്താക്കണമെന്നെങ്കിൽ അയാൾക്ക് നല്ലത് വസിയത്താക്കണം, നല്ലത് എനിക്ക് ചൊന്നു കൊടുക്കണം. അലക്ക വിട്ടിട്ടും പോടണ്ട, ഒരേ അടിക്ക് സമാക്കൊണ്ടും പോകണ്ട. ഒരടിക്ക് സമാക്കൊന്നും രണ്ടും വേറെ ആവണം. അതല്ല വഫീ റിവായത്തിൻ മുസ്ലിം, അതെ ഇന്നൽ മർഅത ഖുലിഖത് മിൻ ദിലൽ, പെണ്ണിന്റെ ഭാരമുള്ള നിന്നായിട്ട് പടച്ചത്. ലൻ തസ്തഖീമ ലക അലാ തരീഖത്തിൻ, ഒരേ തരീഖത്ത് ഒരേ റൂട്ടിൽ എന്താ ഉള്ളത്, ചൊവ്വായി നിൽക്കില്ല. ഫൈനിസ്തംതഅത ബിഹാ ഇസ്തംതഅത ബിഹാ വഫീ അവജുൻ, ആ പെണ്ണ് അത് ആ വളവിക്കലോട് കൂടെ അതിനെ നിക്ക് ഉപയോഗമാക്കിയിട്ട് അതിനെ കൊണ്ട് നിക്ക് ഉപകാരം എടുക്കുക. ഉപകാരം ചൊല്ലതിനർത്ഥം വെറും സുഖിക്കുക എന്നല്ല. പെണ്ണ് എന്നുള്ളത് ഒരു ആണ്ട് പിന്നെ ഒട്ടുക്ക് തുണയായിട്ട് ഒട്ടുക്ക് ജീവിക്കട ഒരു ജീവനായിട്ട്, അത് ലൈഫ്, അതൊരു ജീവിതമായിട്ട് അതിന്നെങ്കിൽ ആ ജീവിതത്തിൽ പിന്നെ എന്തൊരു ഒരു അർത്ഥം വേണ്ട എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇക്കലോട് കൂടെ ആ വളവിക്കലോട് കൂടെ അതിനെ നീ എന്താക്കണം, ഉപകാരത്തെടുക്കണം. എന്താപത്ത തുകീമുഹാ കസർത്തഹ, നീ അതിനെ സമാക്ക പോയെങ്കിൽ അതിനെ പുലാക്കിയിടണത്തെ. കസുറുഹാ തലാഖ്, പുലാക്കിടാൻ ചൊന്നതിന്റെ അർത്ഥം എന്തേ, നീ അവളെ തലാഖ് ചൊല്ലണത്രേ. അത്രേ ഖൗലുഹു അവജുൻ എന്നതിന്റെ അർത്ഥം ബിഫത്തിൽ ഐനി വൽ വാവി, വാവുക അതിന് ഫത്ത് കൊണ്ട് അവജിൻ തവയ്ക്കുന്നത്. അപ്പൊ പൂലാക്കിടേം ചൊന്നതിന്റെ അർത്ഥം എന്തായിട്ടിക്കരുത്, തലാഖ് ചൊല്ലേ.
അപ്പൊ എല്ലാ അടിക്കും ഒറ്റടി സമമായിട്ട് കിട്ടണമെന്ന് പിന്നെ വേറെ തരൂല്ല, അത് പിന്നെ തലാക്ക് പോയിട്ട് ഇത്ര. അതുകൊണ്ടിട്ട് അതിനെ സമാക്കിടുന്ന കംപ്ലീറ്റ് സമാക്കാൻ ചെന്ന് ബിൽക്കുൽ സാധ്യമല്ല. 100% ആണുങ്ങളെ സ്വഭാവത്ത് ഒത്തിട്ട് ഒരു പെണ്ണ് പണിച്ചിട്ട് ഇത് ബിൽക്കുലില്ല. അങ്ങനേതായ ഒരു രീതി വേറെ തന്നെ ആയിട്ടില്ല. അങ്ങനെ സ്വഭാവം അത് പലക്കും ഒരു പെരുമാറ്റം ഒരു രീതി തന്നെ ആയിട്ടില്ല. അപ്പൊ എന്താക്കാന്നെങ്കിൽ അങ്ങോട്ടൊക്കെ നല്ലത് നമുക്ക് ചൊന്നു കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് നീ എന്താക്കണ്ട, ഒരേ അടിക്ക് നേരാക്കുകയും പോണ്ട, അതൊക്കെ വിട്ടിട്ടും വിടണ്ട. പിന്നെ ആ ഒരു സ്വഭാവത്തോടു കൂടി വെച്ചിട്ട് തന്നെ ഞങ്ങളോട്ട് എന്താക്കണം, പെരുമാറണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടാക്കണ്ട, ഇടങ്ങേറാക്കണ്ട. അത് അങ്ങനെ തന്നെ ഏറ്റിക്കിടുക, അതിന്റെ സ്വഭാവം തന്നെ അങ്ങനെ ഏറ്റിക്കിടുക. അപ്പൊ അങ്ങനെ കൊണ്ട് നല്ലത് വസിയത്താക്കണം, തലമുറകൾക്ക് ചൊന്നു കൊടുക്കണം. ഞാൻ പെണ്ണുങ്ങളെ വിഷയത്തിൽ ചെന്ന് വസിയത്തുണ്ട്, അത് നിങ്ങൾ സ്വീകരിച്ചോളണം. ഉണ്ടോ ഇൻഷാ അല്ലാഹ്. അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ പണ്ട് ഇനിയല്ലോ ബാക്കി. ഇപ്പൊ ഞങ്ങൾ ഒരു ഹദീസ് മാത്രമല്ല എടുത്തത്, ബാക്കി ഇൻഷാ അല്ലാഹ് മുന്നുള്ള ചൊല്ലാം കാതുകൊടുത്തങ്ങ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഞങ്ങളൊക്കെ നല്ല സ്വഭാവമുള്ളവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഞങ്ങളെയും ഞങ്ങളെ പെഞ്ഞയും മക്കളെയും അള്ളാഹു സ്വാലിഹ്യങ്ങൾ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ഖൈർ അള്ളാഹു പ്രധാനമായി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.